കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവ് ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ പഠനത്തിൽ ബലാത്സംഗത്തെ തുടർന്നുള്ള കൊലപാതകങ്ങളുടെ എണ്ണം വളരെ അധികമാണെന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞത്. 2017 മുതൽ 2022 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ രാജ്യത്ത് ബലാത്സംഗത്തെ തുടർന്ന്, അതായത് മാനഭംഗ ശ്രമങ്ങൾക്കിടയിലുള്ള അക്രമങ്ങൾക്കിടയിൽ 1551 കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1551 സ്ത്രീകളാണ് ഇത്തരത്തിൽ മരിച്ചിട്ടുള്ളത്. പലപ്പോഴും പല കേസുകളിലും അറസ്റ്റ് ആകുന്നവരും അതേപോലെ തന്നെ ശിക്ഷ കിട്ടുന്നവരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള രാജ്യത്തിലെ ബലാത്സംഗ കൊലപാതകങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. സ്ത്രീകൾക്കെതിരെ തുടരെയുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അക്രമങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാപങ്ങളിൽ രാജ്യവും മെഡിക്കൽ മേഖലയും ഒക്കെ നിശ്ചലമായതും അല്ലെങ്കിൽ അവരുടെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. ഇതേ തുടർന്ന് വളരെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെയാണ് ഉണ്ടായത്. ആ വിഷയത്തെ തുടർന്ന് കൊൽക്കത്തയിലും അല്ലെങ്കിൽ രാജ്യത്ത് ഉടനീളം അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിക്കെതിരെയൊക്കെ വളരെ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഇപ്പോൾ മാനഭംഗ കൊലയ്ക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ പാസ്സാക്കിയിരിക്കുകയാണ് ബംഗാൾ നിയമസഭ. ബലാത്സംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിൽ പ്രതികളാകുന്ന ആളുകൾക്ക് എത്രയും വേഗം ഒരു വിചാരണ നടത്തുക, അല്ലെങ്കിൽ ആ കേസുകളിൽ പ്രതികളാവുന്ന ആളുകൾക്ക് വധശിക്ഷയും ഉറപ്പുവരുത്തുക എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന അപരാജിത വുമൻസ് ആൻഡ് ചൈൽഡ് ബില്ല് 2024 ആണ് ഇപ്പോൾ നിയമമന്ത്രിയായിട്ടുള്ള മൊളോയ് ഘട്ടക് അവതരിപ്പിച്ചിട്ടുള്ളത്. ബില്ല് ശബ്ദ വോട്ടോടെയാണ് ഐക്യകണ്ഠമായിട്ട് പാസ്സായത്. ബലാത്സംഗത്തിന് ഇരകളാകുന്ന സ്ത്രീകൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് എത്തരത്തിലുള്ള ഒരു കോമ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസിൽ വധശിക്ഷ വ്യവസ്ഥ ചെയ്യുകയാണ് ഈ ബില്ല്. മരിക്കുക മാത്രമല്ല, പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അക്രമങ്ങൾ കൊണ്ട് സ്ത്രീകൾ കോമയിലായി പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അരുണ ഷഹബാഗിന്റെ കേസൊക്കെ ഇത്തരത്തിലുള്ള കേസുകളാണ്. സ്ത്രീകളുടെ അന്തസ്സിനെ ഖനിക്കുന്ന മാനഭംഗങ്ങൾ, കൂട്ടബലാത്സംഗ കേസുകൾ, ഇങ്ങനെയുള്ള കേസുകളിലേക്ക് പ്രതികൾക്ക് പരോളില്ലാതെ ജീവപര്യന്തവും ശിക്ഷയും ഉണ്ടാകണമെന്നാണ് ഈ ബില്ല് പറയുന്നത്. പലപ്പോഴും ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ സ്ത്രീകളുടെ ചിത്രങ്ങളും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയും ഒക്കെ പ്രദർശിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ 3 മുതൽ 5 വർഷം വരെ തടവും ഈ ബില്ലിൽ പറയുന്നുണ്ട്. അപരാജിത ബില്ല് പാസ്സാക്കുന്നതോടുകൂടി ബലാത്സംഗം, കൂട്ടബലാത്സംഗം, കുട്ടികൾക്കെതിരെയായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് ബംഗാൾ മാറുകയും ചെയ്യും. പലപ്പോഴും ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് നീതി നിഷേധത്തിന്റെ ഒരു വലിയ കാലഘട്ടമാണുള്ളത്. പല കേസുകളിലും വിധി വരുന്നത് 10-20 വർഷങ്ങൾക്ക് ശേഷവുമാണ്. അതെല്ലാം ഒരു പരിധിവരെ കുറയ്ക്കുകയും ഇതിന്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ടുള്ള അന്വേഷണമാണ് ഈ ബില്ലിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി ഇതിനോട് പറഞ്ഞത് കേന്ദ്രം ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരാത്തത് വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നും സ്ത്രീകൾക്ക് സുരക്ഷ നൽകാത്ത പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുമാണ് നമുക്കുള്ളതെന്നും അവർ രാജിവെക്കണമെന്നുമാണ്. അതിന്റെ ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാനങ്ങളിൽ ഇത്തരം മാനഭംഗ കേസുകളിൽ ഇവര് ആളുകളായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും മൗനികളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ പറയുന്ന വേറൊരു കാര്യം, മമതാ ബാനർജി പറയുന്ന മറ്റൊരു കാര്യം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം കേസുകൾക്കെതിരെ ഫലപ്രദമായിട്ടുള്ള നിയമം നടപ്പിലാക്കുന്നില്ല എന്നതാണ്. അത് ഒരു ആരോപണം തന്നെയാണ്. ഇതിന് കാരണമായിട്ടൊക്കെ പറയുന്നത് ഏറ്റവും അധികം ബലാത്സംഗ കൊലപാതകങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യോഗി ആദിത്യനാഥ് ഒക്കെ ഭരിക്കുന്ന UPയിലാണ് എന്നൊരു കാര്യമാണ്. അപരാജിത ബില്ലിലെ പ്രധാനപ്പെട്ട ബാക്കിയുള്ള മെൻഷനുകൾ ഇതൊക്കെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സമയബന്ധിതമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുക എന്നൊരു കാര്യമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നീതി വൈകുന്നത് നീതി നിഷേധമാണെന്നാണല്ലോ പറയുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഒരു കോർ ഫാക്ട് ആയിട്ട് വരുന്നത്. ബലാത്സംഗ കേസുകളിൽ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നും ഈ ബില്ലിലൂടെ പറയുന്നുണ്ട്. സമയബന്ധിതമായിട്ടുള്ള അന്വേഷണവും വിചാരണയും ഉണ്ടാകണം. നമ്മൾ ആദ്യം പറഞ്ഞതാണ്, സമയബന്ധിതമായിട്ട് ഏറ്റവും വേഗം ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാവുക, വിചാരണ ഉണ്ടാവുക എന്ന് പറയുന്നതും ഇതിലെ ഒരു പ്രധാന മെൻഷനാണ്. ഇത്തരം കേസുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതിവേഗ പ്രത്യേക കോടതികൾ ഉണ്ടാവണം. 10-15 വർഷം എടുത്തല്ല ഒരു കേസ് പരിഹരിക്കേണ്ടതെന്നാണ് അതിൽ നിന്ന് പറയുന്നത്. കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഡെപ്യൂട്ടി അതേപോലെ പോലീസ് സൂപ്രണ്ടിന്റെ ജില്ലാ തലത്തിലുള്ള ഒരു അപരാജിത ടാസ്ക് ഫോഴ്സ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരു തവണ ഇത്തരം ശിക്ഷകൾ കിട്ടിയിട്ടുള്ള പ്രതികൾ വീണ്ടും കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് ജീവപര്യന്തമോ വധശിക്ഷയോ നൽകണമെന്നും പറയുന്നുണ്ട്. ഇരകളുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുവാനും അവരുടെ സ്വകാര്യതയും അന്തസ്സും ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകളും ഇതിനകത്തുണ്ട്. പലപ്പോഴും ഇത്തരം കേസുകൾ നടക്കുന്ന ഒരു കാര്യം തെളിവുകൾ നശിപ്പിക്കപ്പെടുക എന്നൊരു കാര്യമാണ്. അത്തരത്തിൽ നീതി വൈകിപ്പിക്കുകയോ അതേപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കാനോ ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ പോലീസിനും ആരോഗ്യ ഉദ്യോഗസ്ഥർക്കും പിഴയുണ്ടാകുമെന്നും പറയുന്നുണ്ട്. കോടതി നടപടികൾ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ 3 മുതൽ 5
വർഷം വരെ തടവും ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ബില്ലിൽ വരുന്ന കാര്യങ്ങൾ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2017 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഓരോ ആഴ്ചയിലും ഏകദേശം 5 ബലാത്സംഗ കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇങ്ങനെ റിപ്പോർട്ടിൽ വരാത്ത ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ ഉണ്ട് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ BJP നേതൃത്വം ഈ ഒരു ബില്ലിനെ പറ്റിയോ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ പരാമർശങ്ങളെ പറ്റിയോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ ഡോക്ടറുടെ കേസിലെ വീഴ്ച മറച്ചു വെക്കാനാണ് ഇത്തരത്തിലൊരു ബില്ല് മമത കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആരോപണങ്ങൾ പറയുന്നത്. എന്ത് തന്നെ ആയാലും നമ്മൾ പറയുന്നത് എല്ലാ കാലത്തും പറയുന്നത് പോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ഗവൺമെന്റിന് മാത്രമേ നല്ല ഒരു മികച്ച ഭരണകൂടമായിട്ട് നിലനിൽക്കാനും ആളുകളുടെ മനസ്സിലൊക്കെ ജീവിക്കാനും സാധിക്കുകയുള്ളൂ. സ്ത്രീകളുടെ സുരക്ഷ ഒരു ഗവൺമെന്റിന്റെ മാത്രമല്ല വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്.